നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം നിരഞ്ജന അബിയോടും ജാനകിയോടും ആ കാര്യം പറയണം. ഞാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കാരുണ്യദീപം ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അമ്മ ഇനിയിപ്പോൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാകുവാണെങ്കിൽ നല്ല കാര്യമല്ലേ? അമ്മയും മുത്തശ്ശിയെയും വീട്ടിലേക്ക് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. പക്ഷേ അതിനെ എതിർക്കുവാണ് അബി ചെയ്തേ. അബി പറഞ്ഞു, അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ വന്നാൽ തന്നെ ആ അപർണയോടൊപ്പം അവിടെ പോയാലേ താമസിക്കണ്ടേ? നാളെ അമ്മയ്ക്ക് ചിലപ്പം മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയണം. അല്ല, അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മയെ നോക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ നോക്കാൻ നിരഞ്ജനയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാം. കാരണം നിരഞ്ജന ഇടയ്ക്ക് കോടതിയിലേക്ക് പോകുമല്ലോ. ആ സമയത്ത് അപർണയെ വീട്ടിലുണ്ടാവുള്ളൂ. കാരണം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി കഴിയുമ്പം പിന്നെ അത് താങ്ങാനായിട്ട് ഈ പറയുന്ന പ്രഭാവതിക്ക് സഹിച്ചെന്ന് വരത്തില്ല. പിന്നീട് ജാനകി പറഞ്ഞൊരു കാര്യം ചെയ്യും, അമ്മ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വെക്കോ, അല്ലെ ഞാനും കൂടെ വരട്ടെ, ഞാനുണ്ട്, പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറയണം. അമ്മയുടെ അവസ്ഥ ഓർത്തിട്ട് ഇപ്പം എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഒന്നുകൂടെ എന്താണ് ഞാൻ കാരുണ്യദീപത്തിൽ പോയിട്ട് പോകുന്നുള്ളൂ എന്ന് പറയണം. അങ്ങനെ നിരഞ്ജന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അബി ജാനകിയോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴാ എല്ലാവരും അറിയണമെന്ന് പറയാം. അത് ശരി തന്നെയാ, നമ്മളിവിടെ ഉണ്ടായിരുന്ന ഒരിക്കലും അമ്മ ആ വീട് വിട്ട് പോകത്തില്ലായിരുന്നു അബിയേട്ടാ, എനിക്കത് 100% ഉറപ്പുണ്ടെന്ന് പറയണേ. അബി പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ മുകളിലിരിക്കുന്ന അച്ഛന് സമാധാനം ഉണ്ടായിരിക്കില്ല. അമ്മ അങ്ങനെ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും? എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകണം ജാനകി. ഞാൻ ചെന്നാലും അമ്മയെ കൂട്ടിക്കൊണ്ട് നിർത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. കാരണം ഞാൻ ചെന്നാലും അമ്മ വന്നാലും അപർണ അവിടെ ഉണ്ടല്ലോ, അപ്പം നീയുണ്ട്, പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറയണം. ജാനകി പറഞ്ഞു, അബിയേട്ടൻ വിഷമിക്കേണ്ട, അമ്മയെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം. അമ്മ ഇപ്പം നിരഞ്ജനയുടെ കൂടെ പോകാൻ തയ്യാറായില്ലെങ്കിലും ഞാൻ പോയി കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ട് വിഷമിക്കേണ്ടെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, നാളത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കണമെന്ന് ജാനകി പറയാം. അത് ശരിയാ, നാളെ ചിലപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഡോക്ടർ എന്തായിരിക്കും പറയണമെന്ന് അറിയില്ല. നാളെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ആ ഫോട്ടോസ് അത് ഡോക്ടറെ കാണിക്കണം. തമ്പിയുടെ ഫോട്ടോയാണ് വലിയതുകൊണ്ട് ഫ്രെയിം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഫോട്ടോ കാണിക്കുവാണെങ്കിൽ ചിലപ്പം രാധാമണിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഓർമ്മശക്തി പെട്ടെന്ന് തിരികെ കിട്ടുമോ, അതോ ഇനിയിപ്പോൾ പഴയപടി തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യം. അബി പറഞ്ഞു, അത് ശരി തന്നെയാണ്, ഒരു കാര്യം ചെയ്യാം, സക്കീർ വക്കലിനെ പറഞ്ഞുവിടാം, ഞാനിവിടെ നിൽക്കാം, നാളെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യമാണ്. കാരണം ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അഭിയാനും കൂടെ എന്നോടൊപ്പം വേണമെന്ന് പറയണം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് അമ്മയെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് പോകാനായിട്ട്. കാരണം മുമ്പത്തെ പോലെ അമ്മയും കൂടെ ഇറങ്ങിപ്പോയാലോ, പിന്നെ ഞാൻ തിരക്ക് നടക്കണ്ടേ. ഇന്ന് ഭാഗ്യം കൊണ്ട് അമ്മയുടെ ജീവൻ തിരികെ കിട്ടിയെന്ന് പറയാം. ഈ സമയത്ത് അഭി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ തമ്പിയുടെ ആൾക്കാരല്ല അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആരാ എന്താണെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ സ്വർണ്ണമൊക്കെ അപഹരിക്കാനായിട്ട് ആരെങ്കിലും ചെയ്ത പരിപാടിയാണെന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയണം. ജാനകി പറഞ്ഞു, അത് ശരിയാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. പക്ഷേ ഈ സമയത്ത് നകുലിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നരേന്ദ്രനോട് പറഞ്ഞു, ഇന്ന് ആ ജാനകി എൻ്റെ കൈ കിട്ടിയതാ, പക്ഷെ അവള് തലനാഴിലേക്ക് രക്ഷപ്പെട്ടെന്ന് പറയണം. അവള് എൻ്റെ കൂടെയുള്ള അവന്മാരെ അവളുടെ ഭർത്താവെന്ന് തോന്നുന്നവനും കൂടി ചേർന്നിട്ട് അങ്ങനെ അടിച്ചൊതുക്കിന്ന് പറയണം. ഭർത്താവോ? അതെ, അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നേ, പക്ഷെ എനിക്ക് അവളെ വേണം. കല്യാണം കഴിഞ്ഞാലും എനിക്ക് ജാനകിയെ വേണം. ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. അവൾ ഈ സിറ്റിയിൽ എവിടെയോ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടുന്നകല, നമുക്ക് എന്തേലും പോംവഴി ഉണ്ടാക്കാം, അവൾ എവിടെ എന്താന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നകുലിനെ ഒരു വിധത്തിലൊന്ന് സമാധാനിപ്പിച്ച് വെക്കുവാണ്. ആ സമയം നിരഞ്ജന കാരുണ്യദീപം ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് പ്രഭാവതിയോട് സുമംഗലയോട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഈ സമയം പ്രഭാവതി പറഞ്ഞു, ഇനി ആ വീട്ടിലേക്ക് വരാനോ? ഇല്ല, എനിക്ക് ഇവിടെ കുറച്ച് സമാധാനമുണ്ട്, ഈ സമാധാനത്തിൽ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു, അങ്ങനെ പറയരുത് അമ്മ, അമ്മ വരണമെന്ന് പറയണം. അമ്മ ഇന്ന് പറഞ്ഞില്ലേ ഒരു മാനസിക ഭ്രാന്തി ഉള്ളൊരു സ്ത്രീയെ കണ്ടെന്ന്, അതാരായിരുന്നു അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. അത് ജാനിയടുത്തിയുടെ അമ്മയാന്ന് പറയണേ. ജാനകിയുടെ അമ്മയോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു, അതേന്ന് പറയണം. അപ്പോൾ സുമംഗല അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം സുമംഗലയ്ക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സുമംഗല അങ്ങോട്ട് പോയത്. ആ സമയത്താണ് നിരഞ്ജന ഈ സത്യങ്ങളൊക്കെ പ്രഭാവതിയോട് പറയണേ. അമ്മേനെ തിരിച്ചു കിട്ടി ജാനിയടുത്തേക്ക്. ജാനിയടുത്ത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ജാനിയടുത്തി അമ്മേനെ കൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അമ്മയും കാണണമെന്ന് പറയണം. എന്തൊക്കെയാണ് നിരഞ്ജന നീ പറയണേ? ഞാൻ എന്താണല്ലോ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്, 2 അമ്മമാരും അവിടെ വേണമെന്ന് പറയണം. ഒരു കാര്യം മുത്തശ്ശിനെയും കൂടെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നിട്ട് വേണം പിന്നെ അവിടുത്തെ അടുക്കള ജോലികളൊക്കെ ചെയ്തോടെ വേലക്കാരിയെ പോലെ കഴിയാനായിട്ട്. അതിനും എനിക്ക് കുഴപ്പമില്ല, എന്ത് ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ എനിക്ക് അതിൻ്റെതായ വില കിട്ടുന്നുണ്ടോ? കാരണം അതിൻ്റെതായ ഒരു വില എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അവിടെ ഒരു വെറുതെക്കാരിയെ പോലെ കഴിയണേ. അതിനേക്കാൾ ഇവർ എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ടാൽ ഞാൻ അവിടെ കഴിയണേ. ഇനി എനിക്കത് പറ്റില്ല എന്ന് പറയണം. ഉള്ള കാലം ഞാൻ സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ഭയങ്കര വിഷമമായി. നിരഞ്ജനോട് പറഞ്ഞു, നീ വിഷമിക്കുന്നുണ്ട്, പോയിക്കോ, എനിക്ക് നിന്നോടോ ജാനകിയോടോ ആരോടും ഒരു ദേഷ്യമില്ല എന്ന് പറയണം. അങ്ങനെ നിരഞ്ജന ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് തിരികെ പോയിരുന്നത്. ആ സമയത്ത് അപർണ വീട്ടിൽ തനിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഹണി റോസിന്റെ വരവ്. ഹണി റോസ് അജയനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഹണി റോസ് വന്ന് കോളിംഗ് ബെൽ അടിച്ച് പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പം അജയനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അജയനെ കാണാൻ തീരുമാനിച്ച് ഹണി റോസ് രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവൾ പോയി അപർണ പോയി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹണി റോസിനെ കാണുന്നത്. ഹണി റോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ നിനക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞു, എനിക്ക് ഒരാളെ കാണണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപർണ മനസ്സിലേക്ക് വന്ന, ദൈവമേ ഇനിയിപ്പോൾ അമലിനെ എങ്ങാനും കാണാനാണോ വന്നത്? അങ്ങനെയാണ് തീർന്നു. ദൈവമേ ഇനിയിപ്പോൾ അമലിന് വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആ റിലേഷനുള്ള പെണ്ണെങ്ങാനും ആണോ ഇവള് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് അപർണ പറഞ്ഞു, ഇവിടെ ആരെയും കാണാൻ പറ്റില്ല. നീ എന്താ ഏതാ ആരെ കാണാനൊക്കെയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയോട് ചോദിച്ചു, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? എനിക്ക് കണ്ട ആളെ ഞാൻ കണ്ടോളാം. എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളതെന്ന് പറയണം. ബിസിനസ്സിൻ്റെ കാര്യങ്ങളെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമലാന്ന് അപർണ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ വന്ന് കൂടുതൽ ഷോ ഇറക്കാതെ നീ എന്താ ഏതാന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കുക. ഇവിടെ ആരെയും ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇവിടെ ആരും ഇല്ല എന്ന് പറയണം. അത് കേട്ട് ഹണി റോസ് വിട്ടുകൊടുത്തില്ല. അതൊക്കെ പറയാൻ നീ ആരുടെയും ചോദിച്ചോണ്ട് അപർണയോട് ദേഷ്യപ്പെടുകയാണ്. അപർണയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാട്ടം നടത്തുകയാണ്. അവസാനം അപർണയ്ക്ക് ദേഷ്യം വന്നു. അപർണ പറഞ്ഞു, ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് എന്നെ നീ പേടിപ്പിക്കുമെന്ന് ചോദിച്ചോണ്ട് ഹണി റോസിനെ പിടിച്ചൊരു തള്ളം കൂടെ കൊടുക്കുകയാണ്. ഹണി റോസ് വിട്ടുകൊടുത്തില്ല. ഹണി റോസ് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് വന്ന് ചോദിച്ചു, നീ എന്താടി കാണിച്ചേ? എന്നെ പിടിച്ച് തള്ളാൻ മാത്രം നീ ആയോ എന്ന് ചോദിച്ചോണ്ട് അപർണയുടെ കർണം അടിച്ച് ഒറ്റയോണം കൂടെ പൊട്ടിക്കുകയാണ്. ഇതേ എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കളി ആരെന്ന് നീ കാണിച്ചു തരും, ഞാനാരും നിനക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയണം. ഇത് കേട്ടിപ്പോൾ അപർണ വെച്ച്, നീ എന്നെ തല്ലിയല്ലേ, നിന്നെ ഞാൻ വെറുതെ വെടുത്തില്ലടി എന്ന് പറയണം. നീ എന്താന്ന് ചെയ്യടി, ഞാൻ ഒരു കാര്യത്തിന് ഇവിടെ വന്നിട്ട് ആ കാര്യം സാധിച്ചിട്ടോ പോകത്തുള്ളൂ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഹണി റോസും കൂടെ പോവാ. കാണേണ്ട ആൾക്കാരെ ഞാൻ കണ്ടോളാന്ന് പറയണം. ആ സമയം അപർണ ഓർത്തു, ഇത് അമലിനെ കാണാൻ തന്നെ വന്നാ ഇനി അമലിൻ്റെ എങ്ങനെയും കാമുകിയോ മറ്റോ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും റിലേഷനാണോ ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല. ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ഇനിയിപ്പം ചാരുത പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? ചാരുത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അമലിന് കൊടുക്കേണ്ട സ്നേഹം കൊടുത്തില്ലെങ്കിൽ അവൻ ഏതെങ്കിലും പെണ്ണിൻ്റെ പുറകെ പോകുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും അവൻ്റെ ഏതെങ്കിലും കാമുകിയാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഹണി റോസ് പോയി കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അമല വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ ആകെപ്പാടെ കട്ടക്കലിപ്പോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, നീ വന്നില്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറയണേ. നിനക്ക് എന്താടി പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്നെ അമ്മയുടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരാൻ പറഞ്ഞിട്ട് നീ വന്നു പോലും ഇല്ലോ എന്ന് പറയാം. നിന്റെ അമ്മ സത്യം പറയടാ, നിനക്ക് എത്ര കാമുകിമാരുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമലൊന്നും ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ പറയണേ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാം. അതേ ഭ്രാന്ത് പിടിച്ചു, നിന്റെ ഒരു കാമുകി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണേ. അവൾ വരിക മാത്രമല്ല എൻ്റെ കർണത്തിൽ അടിക്കുകയും ചെയ്യുമെന്ന് പറയണേ. കാമുകിയോ? ഏത് കാമുകി? അപ്പം നിനക്കൊന്നും അറിയത്തില്ലല്ലേ, എൻ്റെ മുന്നിൽ കൂടുതൽ കിടന്ന് അഭിനയിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമലിന് എന്താണെന്ന് മനസ്സിലായില്ല. മാലും തുമ്പും ഒന്നും കിട്ടിയില്ല. കാരണം എന്തൊക്കെയോ പറയുന്നു. കാരണം അതെന്താണെന്ന് മനസ്സിലായില്ല. ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് പറയണമെന്ന് മനസ്സിലായി. പക്ഷെ ഏത് പെണ്ണ എന്താണെന്ന് മനസ്സിലായില്ല. ഇവളുടെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണ കയറി കൂടിയിട്ടുണ്ട്. ഏതോ ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഏതാണെന്നും അറിയത്തില്ല. തന്നെ കാണാനാണോ ഇനിയിപ്പം ആരെ കാണാനെന്നും അറിയത്തില്ല. ഈ സമയത്ത് അമല ചോദിച്ചു, എന്നെ കാണാൻ തന്നെ വന്നാണെന്ന് ചോദിക്കും. അത് നിന്നെ കാണാൻ തന്നെ വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമല പറഞ്ഞാൽ അങ്ങനെയാണ്, നല്ല കാര്യമായിരുന്നു, അവളെ ഇവിടെ നിർത്താൻ മേലാരും ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് ആ പാടെ കട്ടക്കലിപ്പായിപ്പോയി. അപർണ പറഞ്ഞ, അതേടാ ഞാനിവിടെ പിടിച്ചു നിർത്തണമായിരുന്നു, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അപർണ ആരാ നിനക്കൊന്നും ശരിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് ചാടത്തുള്ളിൽ കയറി പോവാണ്. അമലിന് മനസ്സിലായി ഇവൾക്കിടെ നല്ല കൊട്ട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. കൊള്ളാം, തനിക്ക് കൊടുക്കാൻ പറ്റാത്ത ആരോ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യമാണ് ഇവൾ തീർക്കുന്നത്. തൻ്റെ അമ്മേനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാളാണ് ഇവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ അമല തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.